നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ആവേശോജ്വല വരവേൽപ്പ്. തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആചാരപ്രകാരം ആരംഭിച്ച യാത്ര മാർത്താണ്ഡം വെട്ടിമണി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ 7 മണിക്ക് അനന്തപുരിയിലേക്ക് പുറപ്പെടും. രാജവേദിയുടെ ഇരുവശങ്ങളിലും മണിക്കൂറുകളോളമാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ ഭക്തർ കാത്തുനിന്നത്. ഭക്തി നിർഭരമായ യാത്രയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് എല്ലായിടത്തും ലഭിക്കുന്നത്. നവരാത്രി രഥഘോഷയാത്രയ്ക്ക് നാടെങ്ങും ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. ദീപങ്ങൾ കത്തിച്ചും പടക്കങ്ങളും മത്താപ്പൂക്കളും കത്തിച്ചും യാത്രയെ ആവേശപൂർവ്വമായാണ് ജനങ്ങൾ എതിരേൽക്കുന്നത്. കൊട്ടും കുരവയും വാദ്യമേളങ്ങൾക്കുമൊപ്പം മുന്നിൽ തിടമ്പേറിയ സരസ്വതി ദേവിയും പിന്നിലായി വേളിമല കുമാരസ്വാമിയും 300 നങ്കയും എഴുന്നള്ളിയതോടെ നാടും നഗരവും ആനന്ദ നിർവൃതിയിലായി. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഇന്ന് രാവിലെ ആരംഭിച്ച യാത്ര തക്കലയും കേരളപുരവും അഴകിയ മണ്ഡപവും പിന്നിട്ട് മാർത്താണ്ഡത്തേക്ക് അടുക്കുകയാണ്. മാർത്താണ്ഡം വെട്ടിമണി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇന്ന് യാത്ര അവസാനിക്കുന്നത്. നാളെ പുലർച്ചയോടുകൂടി ആരംഭിക്കുന്ന യാത്ര വൈകിട്ടോടുകൂടി കേരളത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കും. ക്യാമറമാൻ ബിജു സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.